ശ്രീ മോഹൻ വർഗീസ്, കഴിഞ്ഞ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കിക്കഴിയുമ്പോൾ അന്ന് ബി ജെ പിക്ക് ഏതാണ്ട് 23ഓളം ഗ്രാമപഞ്ചായത്തുകൾ ഭരണത്തിലുണ്ടായിരുന്നതാണ്. പക്ഷേ 2025 നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ ബി ജെ പി ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം കേരളത്തിൽ 11ആയി ചുരുങ്ങി. അതായത് 23-ൽ നിന്നും 11-ലേക്ക് എത്തുകയാണ്. അന്ന് സംഭവിച്ചത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് വ്യാപകമായി കോൺഗ്രസും CPM-ഉം ചേർന്നുകൊണ്ടുള്ള സഖ്യം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ എത്തുകയും ബി ജെ പിയുടെ കൈകളിൽ നിന്നും ഈ പഞ്ചായത്തുകൾ പോവുകയും ചെയ്തു. അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ ഈ തവണയും ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീ ഗൗതം, 2020 തെരഞ്ഞെടുപ്പ് അനുസരിച്ച് ഈ മുന്നിട്ട് നിന്ന് അല്ലെങ്കിൽ പഞ്ചായത്തുകൾ രൂപീകരിച്ചതിൽ 15 പഞ്ചായത്തുകളാണ് ബി ജെ പിക്ക് രൂപീകരിക്കാൻ കഴിഞ്ഞത്, പഞ്ചായത്തിൽ ഭരണത്തിൽ എത്താൻ കഴിഞ്ഞത്. വിവിധങ്ങളായ കാരണങ്ങളാൽ ലോക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്, വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ച ഇടങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ 26 പഞ്ചായത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയോ അല്ല എങ്കിൽ കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി ഭരണത്തിലെത്തുന്ന ഒരു അന്തരീക്ഷമാണ്. പക്ഷെ അതിന് ലോക്കൽ ലെവലിൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ലോക്കൽ ലെവലിൽ അതിന് ഒരു ചെക്ക് ഇടാൻ, തടയിടാൻ ഒരുപക്ഷെ ചില നീക്കങ്ങൾ ഉണ്ടാകാം. ചില സ്വതന്ത്രന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ടും അല്ല എങ്കിൽ അറ്റ കൈക്ക് UDF-ഉം LDF-ഉം കൂടി ചേർന്ന് നിന്നുകൊണ്ടും ബി ജെ പിയെ തടഞ്ഞു നിർത്താനുള്ള ഒരു ശ്രമം ഉണ്ടായേക്കാം. കാരണം ഇതെല്ലാം തന്നെ ഇതെങ്ങനെയാണ്, കാരണം അടുത്ത 3.5-4 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതുകൊണ്ട് ആകെ അങ്കലാപ്പിലാണ് പാർട്ടികൾ. ഇത് രണ്ട് ചെയ്താലും ഒരുപക്ഷെ ഈ ബി ജെ പി അങ്ങ് ഭരിക്കട്ടെ, അത് ഭൂരിപക്ഷമില്ല, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്, ഭരിക്കട്ടെ, തങ്ങൾ ക്രിയാത്മകമായ പ്രതിപക്ഷമായി നിന്നുകൊള്ളാം, ഒരുപക്ഷെ ചില സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്വങ്ങൾ വാങ്ങിക്കൊണ്ട് ഞങ്ങൾ തന്ത്രപരമായ ഒരു നിലപാടെടുത്തുകൊണ്ട് മാറി നിൽക്കാം. ഇത് പ്രായോഗിക സമീപനമാണ്. ഇത് ചിലപ്പോൾ ചില പ്രത്യേക ഇടങ്ങളിൽ ചില പ്രത്യേക വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തങ്ങൾ ഒന്നിച്ച് നിന്നില്ലെങ്കിൽ, കോൺഗ്രസും CPM-ഉം ഒന്നിച്ച് നിന്നില്ലെങ്കിൽ രണ്ട് കക്ഷികൾക്കും അത് ബുദ്ധിമുട്ടായി മാറും. ചില ലോക്കൽ റീസൺസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ ഒരുപക്ഷെ ബി ജെ പിക്കെതിരെയുള്ള ഒരു നീക്കം. ഇവിടെ നോക്കൂ, 73-ാം ഭേദഗതി, 74-ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശശുദ്ധി തന്നെ എന്താണ്? പ്രാദേശികമായ വിഷയങ്ങളിൽ പ്രാദേശികമായ അഭിപ്രായ രൂപീകരണവും പ്രാദേശികമായ ജനാധിപത്യ ഘടനകളും ഉണ്ടാകണം, പ്രക്രിയകൾ ഉണ്ടാകണം. അതിനൊരു ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന ഒരു രൂപം ഉണ്ടാകേണ്ടതില്ല. അവിടെയാണ് ഈ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച്. പക്ഷേ കോർപ്പറേഷൻ അങ്ങനെയല്ല. കോർപ്പറേഷൻ അല്ലെങ്കിൽ നഗരസഭകൾ കുറച്ചുകൂടി രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. ജില്ലാ പഞ്ചായത്തുകൾ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ എന്തെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റുകൾ, നീക്കുപോക്കുകൾ സംഭവിക്കാമോ അതെല്ലാം സംഭവിക്കാനുള്ള എല്ലാ അന്തരീക്ഷവുമുണ്ട്. അതൊക്കെ രാഷ്ട്രീയ സദാചാരത്തിൻ്റെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ വലിയ കുഴപ്പമാണെന്ന് തോന്നാം. അതുമാത്രമല്ല, ഒരു കാര്യം കൂടെ ശ്രീ ഗൗതം ഓർത്തിരിക്കേണ്ടതുണ്ട്. മുൻപൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രതീതി എന്ന് പറയുന്നത് ചില കക്ഷികൾ തൊട്ടുകൂടാനാവാത്തവരാണ്. ബി ജെ പി ഉൾപ്പെടെയുള്ള കക്ഷികളെക്കുറിച്ചുണ്ടായ ആ ഒരു ചിന്ത ഇപ്പോൾ പൊതുസമൂഹത്തിൽ മാറി വന്നു. എല്ലാ പാർട്ടികളെയും പോലെ തന്നെയാണ്, അക്സെപ്റ്റബിളാണ്, ഇൻട്രസ്റ്റാണ്, വോട്ടർമാരുടെ ഇൻട്രസ്റ്റാണ് ഒരു പാർട്ടിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നത്. ഒരു മതപരമായ ചായ്വോ ജാതീയമായ ചായ്വോ ഒന്നുമല്ല. വോട്ടർമാർ പ്രബുദ്ധരായി കഴിഞ്ഞു. വികസന രാഷ്ട്രീയം ആരാണോ പറയുന്നത് അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള ഒരു മനോഭാവത്തിൽ വോട്ടർമാർ എത്തിക്കഴിഞ്ഞു. നമ്മുടെ വോട്ടർമാരെ, കേരളത്തിലെ വോട്ടർമാരെ തീരെ തുച്ഛീകരിച്ച് കാണേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു പാർട്ടിയെ മനഃപൂർവ്വമായി ഒരുമിച്ച് മാറ്റി നിർത്തണം എന്ന ഒരു ചിന്ത ഒരിക്കലും വോട്ടർമാർക്കുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ചില രാഷ്ട്രീയ കക്ഷികളുടെ നിലനിൽപ്പിന്, ചില ചെറിയ വോട്ട് ബാങ്കുകളുടെ ഏകീകരണത്തിന് അത് ആവശ്യമായി വന്നാൽ അത് ചെയ്തിരിക്കും. അല്ല എങ്കിൽ ഒരിക്കലും അത് ചെയ്യില്ല. അതുകൊണ്ട് ബി ജെ പിക്ക് ഇപ്പോൾ നിലവിലുള്ള 26 പഞ്ചായത്തുകളിലെ വലിയ കക്ഷി എന്ന നിലയിൽ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ 11 അതിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് ഭരണത്തിലെത്താൻ കഴിയും. അവിടെ തന്ത്രപരമായ വിട്ടുനിൽക്കലിലൂടെ UDF-ഉം LDF-ഉം സംവിധാനങ്ങൾ മാറി നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.